പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ അലീന കണ്ടത് തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ബാലചന്ദ്രനെയായിരുന്നു. ബാലചന്ദ്രനെ കണ്ടപാടെ അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഓടി വന്ന അച്ഛൻ്റെ കാറിൽ കയറി. അച്ഛൻ്റെ മുമ്പിലിരുന്ന് അവൾ ഒരുപാട് കരഞ്ഞു. അച്ഛൻ അവളോട് ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്നു, "നീ കരയാതെ കാര്യം പറയുമോളെ, എന്താ അവിടെ ഉണ്ടായേ, എന്തിനാ നിന്നെ കൊണ്ടുപോയേ" എന്നെല്ലാം ചോദിച്ചു. അലീന വിവരങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെ പറഞ്ഞു. ബാലചന്ദ്രന് വല്ലാത്ത വിഷമം തോന്നി. ഇനിയും എന്തൊക്കെയാവും അനുഭവിക്കേണ്ടി വരിക എന്നാലോചിച്ചിട്ട്. സങ്കടങ്ങളെല്ലാം ഒതുക്കിയതിന് ശേഷം അലീന ബാലചന്ദ്രനോട് ചോദിച്ചു, "അച്ഛാ, ഇതിൽ നിന്നും എങ്ങനെയാണ് രോഹിതിനെ രക്ഷിക്കുക? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല." "തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇതിൽ അവൻ നിരപരാധിയാണ് അച്ഛാ. അത് നമുക്കെല്ലാവർക്കും മനസ്സിലായതല്ലേ. അവൻ ഈ കേസിൽ പെട്ടിട്ടില്ല. അതിന് ആകെ തെളിവ് കൊടുക്കേണ്ടത് ശരണ്യ മാത്രമാണ്. ശരണ്യ ഈ കേസിൽ രോഹിത് ഇല്ലെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ എങ്ങനെയാണ് അച്ഛാ നമ്മൾ അവളോട് പോയി സംസാരിക്കുക? അവളുടെ വിവരം വല്ലതും അച്ഛൻ അന്വേഷിച്ചോ?" ബാലചന്ദ്രൻ പറയുന്നുണ്ട്, "അലീന മോളെ, അവൾ ഓക്കെ ആയിട്ടില്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. മൊഴിയെടുക്കാനായിട്ട് പോലീസുകാർ ചെന്നപ്പോൾ ഒന്നും ഡോക്ടർമാർ സമ്മതിച്ചിട്ടില്ല. ഇനി ആ കുട്ടിയുടെ മൊഴിയിലായിരിക്കും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. നമുക്കെന്തായാലും അവളെ വീട്ടുകാരെ പോയി കാണാനൊന്നും പറ്റില്ലല്ലോ. ഈ അവസ്ഥയിൽ കിടക്കുന്ന ഒരു മോളുടെ അച്ഛനോട് ചെന്നിട്ട് നമ്മുടെ മകനെ രക്ഷിക്കണം എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അതിപ്പോൾ നിനക്കോ ബബിതയ്ക്കോ സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഞാനതെല്ലാം ചിന്തിക്കണ്ടേ? എന്ത് പറഞ്ഞിട്ട് എന്താ മോളെ? ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം നമ്മൾ നാണം കെട്ട് കിടക്കുകയാണ്. എല്ലാ ന്യൂസ് പേപ്പറുകളിലും വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒന്ന് പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുക എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല." അലീനയെ ബാലചന്ദ്രൻ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം വൈജയന്തിയുടെ അടുത്തേക്കാണ് പോകുന്നത്. വൈജയന്തിയെ കാണാനായി ചെല്ലുമ്പോൾ വൈജയന്തിയുടെ റൂമിലുണ്ടാവുക ബാലചന്ദ്രൻ്റെ സഹോദരി തന്നെയായിരുന്നു. ഇത്രയും വലിയ പ്രശ്നം പുറത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ അവർ റൂമെല്ലാം ക്ലോസ് ചെയ്തിട്ടിട്ടാണ് അകത്തിരിക്കുന്നത്. ഡോറിൽ മുട്ടിയ പാടെ സഹോദരി വന്ന് ഡോറ് പതിയെ തുറന്ന് പുറത്ത് ആരാണെന്ന് നോക്കി. ബാലചന്ദ്രൻ അകത്ത് കയറിയപ്പോൾ തന്നെ കണ്ടിരുന്നു വൈജയന്തിയുടെ അടുത്ത് ടേബിളിലായിട്ട് ഇരിക്കുന്ന ന്യൂസ് പേപ്പറുകൾ. വൈജയന്തി എല്ലാം അതിൽ നിന്നും അറിഞ്ഞുവെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. വൈജയന്തി കട്ടിലിൽ ചാരി തന്നെ കിടക്കുകയായിരുന്നു. വൈജയന്തി ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. ബാലചന്ദ്രൻ ആ മുഖത്ത് കണ്ടിരുന്നു. ആ രൂക്ഷമായ ഭാവമോ താനെന്ന തൻ്റെ ഇടമോ ഒന്നും ആ മുഖത്തിപ്പോൾ കാണാനുണ്ടായിരുന്നില്ല. ബാലചന്ദ്രൻ വൈജയന്തിയെ കണ്ടപാടെ പറഞ്ഞു, "ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നതാണ് ഇവിടെ തന്നെ ഉണ്ടോയെന്നറിയാൻ. ഇവിടെ ഇല്ലാതെ ഞാനിപ്പോൾ തൽക്കാലം എവിടേക്ക് പോകാനാണ്" എന്ന് പറഞ്ഞു. "ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ, കുടുംബത്തെ വിശേഷങ്ങൾ എല്ലാം അറിഞ്ഞു കാണുമല്ലോ. കയ്യെത്തും ദൂരത്ത് തന്നെ അതിൻ്റെ തെളിവുകൾ ഇരിക്കുന്നുമുണ്ട്" ബാലചന്ദ്രൻ വൈജയോടായി പറഞ്ഞു. വൈജയ്ക്ക് അത് കേട്ടപാടെ തന്നിലെ ആയ രൂക്ഷഭാവം പുറത്തേക്ക് വന്നു. "ഞാനിനി ഇതിൽ കൂടുതൽ എന്തറിയാൻ? ഞാനിപ്പോൾ മാസങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അവിടുത്തെ ഓരോ ഗുണനിലവാരം, അച്ഛൻ്റെയും മക്കളുടെയും എല്ലാം. ഇനിയിപ്പോൾ എന്തൊക്കെ കൂടി അറിയാനുണ്ടാണെന്നാവോ. അച്ഛൻ്റെയും മോൻ്റെയും നല്ല ഗുണങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഇനി 2 പെൺകുട്ടികളും കൂടി ഉണ്ട്. എന്താവോന്ന് എനിക്കറിയില്ല." ബാലചന്ദ്രൻ ഒരു പുച്ഛഭാവത്തോടെ വൈജയെ നോക്കി ചിരിച്ചു. "കൊള്ളാം, അമ്മ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കെല്ലാം ഇപ്പോൾ അനുഭവിക്കുന്നത് മകനും കൂടിയാണ്. അതെന്ത് വർത്താനാണ് നിങ്ങളാ പറയുന്നത്? ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളോ? ഞാനാണോ അവനോട് പറഞ്ഞത് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ചതിച്ച് അവളെ വഴിതെറ്റിക്കാൻ? ഞാനാണോ അവനെ പഠിപ്പിച്ചു കൊടുത്തത്?" "അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല വൈജയന്തി. ഞാൻ പറഞ്ഞത് അമ്മയുടെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ്." "അത് കൊള്ളാം. അച്ഛൻ 3-4 മാസങ്ങളോളമായിട്ട് വേലക്കാരിയെ കൊണ്ടുവന്ന് മകളാണെന്നും പറഞ്ഞ് കൂടെ താമസിപ്പിക്കുന്നതിൽ പരം എന്താണ് മക്കൾക്കിനി ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? മക്കൾക്ക് തോന്നിക്കാണും അച്ഛന് വേലക്കാരിയാവാമെങ്കിൽ ഞങ്ങൾക്ക് കൂടെ പഠിക്കുന്നവളാകാമെന്ന്. വൈജയ്, നീ എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ നിൽക്കണ്ട. എൻ്റെ കൈയ്ക്കും കാലിനൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. എന്തിന് പറഞ്ഞു കാണിക്കണം? നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്ത് കാണിച്ചോളൂ. ഞാൻ തടുക്കാൻ വരുന്നില്ല. കാരണം ഈ കിടന്ന കിടപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതിയെന്നാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്."
വൈജയന്തിയുടെ ഭാവങ്ങൾക്ക് മാറ്റം വന്നതോടെ ബാലചന്ദ്രൻ ഒന്നും പറയാതെ തന്നെ പുറത്തേക്കിറങ്ങി. ഇനിയും അവിടെ നിന്നാൽ താൻ വൈജയെ അടിച്ചു പോകുമെന്ന് ബാലചന്ദ്രന് ഉറപ്പായിരുന്നു. ഇത്രയൊക്കെ തെറ്റുകൾ തന്നിൽ നിന്ന് സംഭവിച്ചിട്ടും ഒരു പൊടിക്കു പോലും അവളിൽ വരാത്ത മാറ്റങ്ങളാണ് വൈജയന്തിയോട് ബാലചന്ദ്രന് അരിശവും വൈരാഗ്യവും കൂടിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ചെല്ലുന്ന ബാലചന്ദ്രനോട് അലീന പറയുന്നുണ്ട്, അച്ഛനൊന്ന് പോയി രോഹിത്തിനെ കാണണം. അവൻ മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. അവനെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് പോലീസുകാർ. അതുകൊണ്ട് തന്നെയാണ് അവൻ എൻ്റെ കേസടക്കം അവന് പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ് എന്നെ അവർ ചോദ്യം ചെയ്യാൻ വിളിക്കാനിടയായത്. അവൻ്റെ മുഖത്ത് ഞാനത് കണ്ടതാണ്. അവനായ പേടിയും വിമിഷ്ടവും എല്ലാം അവനുണ്ട്. അച്ഛനിങ്ങനെ അവനെ കാണാൻ പോവാതിരിക്കരുത്. കേസിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാലും അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഒരുപക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അത്രത്തോളം കുറ്റബോധം അവനിലുണ്ട് എന്ന് പറയുമ്പോഴും ബാലചന്ദ്രന് ഒരു മാറ്റവും ഇല്ല. അലീന പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ബാലചന്ദ്രന് രോഹിത്തിനോട് വല്ലാത്ത ദേഷ്യവും വൈരാഗ്യവുമാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനൊരച്ഛനാണ്. 2 പെൺകുട്ടികളുടെ, നീ അടക്കം 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. എന്നിരുന്നാലും അവൻ്റെയും അച്ഛനായി പോയതുകൊണ്ട് തന്നെ അവൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് നീ അടക്കമുള്ളവർ പറയുന്നത് കൊണ്ടും കൂടിയാണ് മോളെ അവന് വേണ്ടിയിട്ട് ഞാനൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്തത്. ഇനി വക്കീലും ഈശ്വരനും തമ്മിലായിക്കോളും. അല്ലാതെ ഞാൻ ഈ കാര്യത്തിൽ ഇനി മുന്നോട്ട് ഇറങ്ങില്ല. അവനെ പോയി കാണാനോ എന്തെങ്കിലും ചെയ്യാനോ ഞാൻ നിൽക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി ശരണ്യയെ കണ്ടോട്ടെ ഹോസ്പിറ്റലിൽ. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, നീ എന്താണ് അലീന ഈ പറയുന്നത്? നിനക്കതിൻ്റെ കാര്യഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാണോ നീ സംസാരിക്കുന്നത്? നീ എവിടേക്ക് പോകട്ടെ എന്നാണ് ചോദിക്കുന്നത്? നീ രോഹിത്തിൻ്റെ സിസ്റ്ററാണ്, പെങ്ങളാണ്. നീ അവിടെ ചെന്ന് അവരുടെ കയ്യിൽ നിന്നെ കിട്ടിയാൽ നിന്നോട് അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ നീ പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവൻ്റെ പെങ്ങളാണെന്നുള്ളത് നമുക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. ഞാനിവിടുത്തെ ഒരു വേലക്കാരിയായിട്ട് മാത്രം പോയിക്കോളാം. അലീന, നീ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ. ഇവിടുത്തെ ഒരു വേലക്കാരിനെ പോലും അവർക്ക് കണ്ണിൽ കണ്ടാൽ അരിശം തീർക്കുന്ന ഭാവമായിരിക്കും അവർക്കുണ്ടാവുന്നത്. നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്ക അലീന എന്ന് പറയുകയാണ്. അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ തന്നെ തിരിച്ച് കയറി പോവുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹരിയുടെ അച്ഛൻ നാട്ടിൽ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ നാട്ടിൽ വന്നിട്ട് വൈജയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ വൈജയന്തി ഇവരെ കാണുമ്പോൾ ആ ദേഷ്യവും വൈരാഗ്യവും മനസ്സിൽ നിന്ന് പോയിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ ശിവനും വല്ലാത്ത വിഷമം തോന്നുകയാണ് വൈജയന്തിയുടെ അവസ്ഥ കാണുമ്പോൾ. അപ്പോൾ വൈജയന്തി ശിവനോട് ചോദിക്കുന്നുണ്ട്, എന്താ ശിവേട്ടാ ഈ നടക്കുന്നത്? അന്നത്തെ ആ ആക്സിഡൻറ്റിൽ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്കിതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇനിയും ഞാൻ എന്തൊക്കെ കേട്ടിട്ട് വേണം എൻ്റെ ഈ ജീവിതം മുന്നോട്ട് നയിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കരയാണ്. അപ്പം ശിവേട്ടൻ പറയുന്നുണ്ട്, വൈജയ് നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക, നീ എല്ലാത്തിൽ നിന്നും റിക്കവറായി വരുന്നതാണ്, നമുക്കവരെ രക്ഷിക്കാം, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വന്ന കാര്യം പറയുകയാണ് വൈജയന്തി. ബാലചന്ദ്രൻ ഇന്നലെ കാണാൻ വന്നിട്ട് എന്നോട് ഞാനാണ് കാരണക്കാരി, അവൻ ഈ അവസ്ഥയിലാവാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല ശിവേട്ട, അതെന്താണ് അങ്ങനെയെന്ന്. ഞാൻ എന്ത് തെറ്റാണ് അതിന് മാത്രം ചെയ്തത്? ഞാനാണോ അവനോട് പറഞ്ഞത് അവന് കൂടെ നീ ആ പെൺകുട്ടിയെ നശിപ്പിക്ക് എന്നെല്ലാം പറഞ്ഞത് ഞാനാണോ എന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് വൈജയന്തി പറയുന്നുണ്ട്, അല്ല ശിവേട്ട, ഹരിയാണ് അവനെ കൊണ്ടുപോയിട്ട് ഒരേന്നിൽ കുടുക്കിയതെന്നും അവൻ ഈ കേസിൽ പെട്ടിട്ടില്ല, അവൻ അവിടെ വരെ പോയുള്ളൂ എന്നൊക്കെ തന്നെയാണല്ലോ ബബിതമോള് വിളിച്ചപ്പോൾ പറഞ്ഞത്. അതിലൊക്കെ എന്താ ശിവേട്ട സത്യമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല വൈജയ്. നമുക്ക് അവരെ കാണാനോ സംസാരിക്കാനോ ഉള്ളൊരു സാവകാശമൊന്നും കിട്ടിയിട്ടില്ല. പോലീസുകാരതിന് സമ്മതിക്കുന്നില്ല. വക്കീൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നടപടികൾ ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ നീ പറഞ്ഞ പോലെ രോഹിത്ത് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ഹരി വന്ന് എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി
തെറ്റുകളെല്ലാം ചെയ്യിപ്പിക്കാനായിട്ട്. ആ സംസാരമൊന്നും വേണ്ട. തെറ്റുകൾ ആരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചാലും അത് തെറ്റ് തന്നെയാണ്. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, സത്യമായി തന്നെ പറഞ്ഞതാണ്. നീ ടെൻഷൻ അടിക്കാതിരിക്കെ, ഞാൻ പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശിവൻ പോവുകയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് അലീനയ്ക്കൊരു സമാധാനം ഇല്ല കേട്ടോ. അപ്പോൾ അലീന വീണ്ടും മനുവിനെ വിളിക്കുകയാണ്. മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടാ എനിക്ക് അവനെ ഒന്ന് പോയി കാണണം, രോഹിത്തിനെ ഒന്ന് പോയി കാണണം, ശരണ്യയെ ഒന്ന് പോയി കാണണം. ഞാനൊരു പെൺകുട്ടിയല്ലേ മനുവേട്ടാ, എനിക്ക് അവളെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കണം എന്നുണ്ട്. മനുവേട്ടൻ ഒന്ന് വന്ന് എന്നെ കൊണ്ടുപോവോ, നമ്മുടെ രോഹിത്തിനെയും അവളെയും ഒന്ന് കാണാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ മനു പറയുകയാണ്, ഞാൻ വരാം, അങ്കിളിനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, നീ റെഡിയായി നിൽക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു വന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് പോയി അവരെ രണ്ടാളെയും കാണട്ടെ അങ്കിളെ, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അവരോട് സംസാരിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു നടപടിയിലേക്ക് പോവാമല്ലോ. വക്കീൽ അതിന് വേണ്ട തീരുമാനങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളൊന്ന് പോയി കാണട്ടെ എന്ന് പറയുമ്പോൾ, നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ് മനു, നീ അവളെയും കൊണ്ട് പോയിട്ട് വായോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയും പോവുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടിയും ആദ്യം പോകുന്നത് രോഹിത്തിനെ കാണാൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ വളരെ ക്രൂരമായിട്ട് തന്നെയാണ് പോലീസുകാരൊക്കെ ഇവരോട് സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രതികൾക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ, അപ്പോൾ ഇവരോടും ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അതിൽ പോലീസുകാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ആ കുട്ടിയുടെ അവസ്ഥയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെയല്ലേ സംസാരിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പോൾ രോഹിത്തിനെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അലീനയും മനുശങ്കറും കൂടി അവരെ കാണാനായിട്ട് ചെല്ലാണ്. അപ്പോൾ ഹരിയും രോഹിത്തും അവർ കൂടെയുള്ള 2 ഫ്രണ്ട്സും ഇവർ 4 ആളും ഒരു സെല്ലിൽ തന്നെയാണ്. അപ്പോൾ കണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഹരി ഇവരെ മുഖത്ത് പോലും നോക്കുന്നില്ല, ഹരി മാറി തന്നെ നിൽക്കുകയാണ്. ഇവരെ കണ്ടപാടെ രോഹിത്ത് അലറി വിളിച്ചുകൊണ്ട് ഓടി വന്ന് അലീനയുടെ കാൽക്കൽക്ക് വീഴാണ്. അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ രക്ഷിക്കണം ചേച്ചി, അന്ന് പറഞ്ഞ ഓരോ വാക്കും ഞാൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ചേച്ചി എന്നോട് പറഞ്ഞതാണ്, ഹരിയുടെ വാക്ക് കേട്ട് അവൻ പറയുന്നത് എല്ലാ കൊള്ളരായുധമകൾക്കും കൂട്ട് നിൽക്കരുതെന്ന് ചേച്ചി എന്നോട് പറഞ്ഞതാണ്. ഞാൻ അതൊന്നും കേട്ടില്ല. ചേച്ചി എനിക്ക് വേണ്ടി അച്ഛനോടൊന്ന് സംസാരിക്കണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. അവളോട് ചോദിച്ചാൽ അറിയാം, ശരണ്യയോട് ഞാൻ ഒന്നിനും ഉണ്ടായിട്ടില്ല, എന്നെ അവൾ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചേച്ചി ഒന്നും ചോദിക്കേ, എന്നിട്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അലീന അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അലീന മനുവേട്ടനോട് പറയുന്നുണ്ട്, മനുവേട്ട ഇവനെന്താ ഇങ്ങനെ, ഇവനൊരു മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള പോലെയാണല്ലോ ഇവൻ പെരുമാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അതായ ഷോക്ക് അവനിൽ നിന്നും മാറിയിട്ടില്ല, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ള സാവകാശം കിട്ടിയില്ലല്ലോ, നീ സമാധാനപ്പെട അലീനയെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് അലീനയെ മനു പുറത്തേക്ക് കൊണ്ടുവരികയാണ്. തിരിച്ച് മനു ഒറ്റയ്ക്ക് വന്നിട്ട് ഹരിയോടും രോഹിത്തിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹരി എന്നോട് ചോദിക്കുന്നുണ്ട്, ഹരി ഇനിയെങ്കിലും നീ സത്യമായിട്ട് തന്നെ പറയണം, എങ്കിൽ മാത്രമേ പുറത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഇപ്പം ഇതിൽ കൂടുതൽ ഞാനെന്ത് പറയാനാ, അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, നിൻ്റെ സാമർത്ഥ്യം ഒതുക്കി വെച്ചിട്ട് നിന്നോട് നടന്നത് പറയാനാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് മനു ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഹരിശങ്കർ പറയുന്നുണ്ട്, എന്താ അറിയേണ്ടത് എന്ന് വെച്ചാൽ അത് ചോദിക്കുക, അറിയേണ്ടത് നീ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നതല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ രോഹിത്ത് ഉണ്ടായിരുന്നോ അതാണ് അറിയേണ്ടത്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഉണ്ടായിരുന്നു, അവനോട് പറഞ്ഞതാ അവന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. കൊള്ളാടാ, നിനക്ക് നാണുണ്ട് ഇത് പറയാൻ, നീ പ്രേമിച്ച് നിൻ്റെ കൂടെ കൊണ്ടു നടന്ന പെണ്ണിനെ നീ അവന് വേണ്ടിയിട്ടാണെന്നല്ലേ, നാണം കെട്ടവൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എന്താ അറിയേണ്ടത് അത് ചോദിച്ചേ. അപ്പോൾ പറയുകയാണ്, അവളെ ഈ അവസ്ഥയിൽ എത്തിക്കാൻ രോഹിത്ത് ഉണ്ടായിരുന്നു എന്ന്.
അവനുണ്ടായിരുന്നില്ല, അവന് പേടിയാണ് പോലും എന്ന് പറഞ്ഞിട്ട് ഹരി തിരിച്ചു പോവുകയാണ്. ഇത് കേൾക്കുന്ന മനു തിരിച്ച് അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് അലീനയോട് പറയാണ്, അലീന നമുക്ക് ആ കുട്ടിയുടെ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും തിരിച്ച് വന്ന് കാറിൽ കയറുകയാണ്. അപ്പോൾ കാറിൽ കയറിയിട്ട് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അങ്കിളെ നമ്മൾ അറിഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, നമ്മളോട് അന്ന് രോഹിത് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, അവൻ ഇതിൽ പെട്ടിട്ടില്ല, ഹരി പറഞ്ഞതാണ്, ഹരി പറയുന്നത് അവന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെയാണ്. അതൊന്നും നമ്മൾ നോക്കണ്ട, ഇപ്പോൾ രോഹിത്തിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, ഹരിയുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം അങ്ങളെ, നമുക്കിപ്പോൾ തൽക്കാലം രോഹിത്തിനെ അവിടെ നിന്ന് ഇറക്കിയിട്ട് അവനൊരു ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ വല്ലാതെ കൈവിട്ട് പോകുമെന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം പോയിട്ട് നമ്മുടെ ശരണ്യ ഉണ്ടല്ലോ അവളെ ഒന്ന് കാണട്ടെ, അവളുടെ ഫാമിലി ആയിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രനൊരു പേടിയുണ്ട്, ഇവരവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ളവരെങ്ങനെയായിരിക്കും ഇവരോട് പ്രതികരിക്കുക ആലോചിച്ചിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ സമ്മതം കൊടുക്കുകയാണ് ഇവർക്ക്. ഇവർ നേരെ പോകുന്നത് ശരണ്യുള്ള ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ചെന്ന് ശരണ്യ എവിടെയാണെന്നൊക്കെ അന്വേഷിച്ച് ശരണ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശരണ്യയെ കാണാനായിട്ട് ശരണ്യയുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞങ്ങളൊരു പ്രശ്നമായിട്ട് വന്നതല്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ വിഷമമുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ എങ്ങനെ വേണമെങ്കിലും ഞങ്ങളോട് പെരുമാറാം, ഞങ്ങളതിലൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശരണ്യയുടെ വീട്ടുകാരൊക്കെ വളരെ പാവപ്പെട്ടവരാണ് കേട്ടോ, അവർക്ക് അങ്ങനെ ഹോസ്പിറ്റലിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലവാക്കാനും ഒക്കെ നല്ല ഒരു ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, നമുക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ചികിത്സ തന്നെ നമുക്കിവിടെ കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ മനുവിനോട് വളരെ മോശമായിട്ട് തന്നെ പെരുമാറുകയാണ് കേട്ടോ. അതിലിപ്പോൾ നമുക്ക് അങ്ങനെ കാണുമ്പോൾ അതിലൊരു വിഷമം തോന്നാൻ കാര്യമില്ലല്ലോ, കാരണം ഏതൊരു പേരൻസ് ആയാലും അങ്ങനെയല്ലേ പെരുമാറുള്ളൂ. അപ്പോൾ മനു ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീന കാല് പിടിക്കുകയാണ് കേട്ടോ. ശരണ്യയുടെ അമ്മയുടെ കാൽക്കൽ വീണിട്ട് അലീന പറയുകയാണ്, അമ്മേ, ഞാൻ അമ്മയുടെ ഒരു മോളെപ്പോലെ എന്നെ കാണണം, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാനുള്ള സന്മനസ്സ് കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരണ്യയുടെ ആങ്ങളെ വന്നിട്ട് ഇവരെ ചീത്ത പറയുന്നുണ്ട്, നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ, നിങ്ങൾ കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനോ മറ്റൊരാളുടെ മുഖത്ത് നോക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇനി ഇതിൽ കൂടുതൽ വേണ്ടത്, നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട, എല്ലാം അതിൻ്റേതായ വഴിക്ക് അവിടെ എന്തായാലും ഇത്രത്തോളം എത്തിയില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അലീന പറയാണ്, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം, പക്ഷെ അതിൽ തെറ്റ് ചെയ്യാത്ത ഒരാളും കൂടി പെട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അലീന നടന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അവൾ അബോധാവസ്ഥയിലായിരുന്നുവെങ്കിലും അവൾക്കറിയാം അവളോട് ആരൊക്കെയാണ് ഈ തെറ്റ് ചെയ്തതെന്ന്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവളോട് ചോദിക്കണം, രോഹിത് ഉണ്ടായിരുന്നു എന്ന്. രോഹിത് ഉണ്ടായിരുന്നില്ല എന്ന് അവൻ്റെ കൂടെയുള്ള മറ്റു 3 ആളും പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് വിശ്വസിക്കണം. എല്ലാം പ്ലാൻ ചെയ്തപ്പോഴും ഒക്കെ അവനുണ്ടായിരുന്നു, പക്ഷേ ശരണ്യയുടെ ഇങ്ങനെയുള്ളൊരവസ്ഥ കണ്ടപ്പോഴൊക്കെ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോരുകയാണ് ചെയ്തത്, നിങ്ങളെന്നെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഇങ്ങനെ കാക്ക വീണ് കരയാണ് കേട്ടോ. അപ്പോൾ പാവം ശരണ്യയുടെ അമ്മ ശരണ്യയുടെ അച്ഛനോട് പറയാണ്, നമ്മളുടെ മോള് അവളും കൂടിയും തെറ്റുകാരിയാണ്, കാരണം ഒരാളെ വിശ്വസിച്ച് അവൾ അവൻ്റെ കൂടെ പോയതാണ് അവൾക്കിപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ വരാനുണ്ടായ കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മോള് കാരണം ഒരു കുടുംബം നശിക്കാൻ പാടില്ല, നിങ്ങൾ അവളോടൊന്ന് സംസാരിക്കുക എന്ന് ശരണ്യയുടെ അച്ഛനോട് പറയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ സമ്മതിക്കുകയാണ്. അലീനയെയും കൂട്ടി തന്നെ ശരണ്യയെ കാണാനായിട്ട് ICUവിൽ കയറുകയാണ്. അപ്പോൾ ICUവിൽ കയറി ശരണ്യയുടെ ഒരു അവസ്ഥ കണ്ട് അലീന പെട്ടെന്ന് കരഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ അലീന ചെന്ന് ശരണ്യയോട് സംസാരിക്കുകയാണ്, ശരണ്യയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ശരണ്യ, ഞാൻ രോഹിത്തിൻ്റെ സിസ്റ്ററാണ്, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അപ്പോൾ ശരണ്യയ്ക്ക് ഇങ്ങനെ മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ ശരണ്യ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശരണ്യയോട് ചോദിക്കുന്നുണ്ട്,
രോഹിത്തിന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശരണ്യക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഹരിയുടെ മാമൻ്റെ മോനാണ്, ആൻറ്റിയുടെ മോനാണ് എന്ന് പറയുമ്പോൾ, ഹരി എന്ന് പറയുമ്പോൾ തന്നെ ശരണ്യക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ശരണ്യ ഇങ്ങനെ വല്ലാത്തൊരു രീതിയിൽ അലീനയോട് പ്രതികരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അലീനയ്ക്കും പെട്ടെന്ന് പേടി തോന്നുകയാണ്. അപ്പോൾ ശരണ്യ ഒന്ന് കൂളാവ്, ശരണ്യ എന്നോട് അങ്ങനെ ഒരു ദേഷ്യം തോന്നല്ലേ മോളെ, ഞാനിങ്ങനെ കാര്യങ്ങൾ നിൻ്റെ അവസ്ഥ മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷേ അവനും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. നിൻ്റെ അവസ്ഥ കണ്ടിട്ട് നിനക്കറിയാലോ, ഇതിൽ രോഹിത് പെട്ടിട്ടില്ല. മോളതൊരു മൊഴി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവനും കൂടി ഈ കേസിൽ പെട്ടുപോകും. അവനിപ്പോൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ ശരണ്യയോട് ചോദിക്കുകയാണ്, മോളെ അന്ന് നിൻ്റെ ആരൊക്കെയാണ് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശരണ്യ ഉണ്ടെന്ന് തലാട്ടാണ് കേട്ടോ. അപ്പോൾ ശരണ്യയോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇവർ പറയുന്ന ഈ രോഹിത് ഉണ്ടായിരുന്നോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അവൾ പറയുന്നതൊന്നും അത്ര വ്യക്തമല്ല, അവൾക്ക് സംസാരിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും അവൾ പറയാണ്, ഇല്ല, ഞാനവിടെ രോഹിത്തിനെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല, മറ്റുള്ളവരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശരണ്യയുടെ ആ ഒരു റിപ്ലൈയും കൂടിയും കേട്ടപ്പോൾ അലീനയ്ക്ക് ഒരു ചെറിയൊരു സമാധാനം തോന്നുകയാണ്. എങ്കിലും ശരണ്യയുടെ ഈ അവസ്ഥയിൽ വളരെ വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ ശരണ്യയോട് അലീന പറയാണ്, നന്ദി എങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്നറിയില്ല, അവൻ മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടി കഴിയുകയാണ്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ഒരച്ഛൻ്റെയും അമ്മയുടെയും ഒരു മാനസികാവസ്ഥ എന്താണെന്നൊക്കെ അറിയാം. നീ ഇതിൽ നിന്ന് റിക്കവറായി തിരിച്ച് വന്നാൽ നിൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും, എന്ത് സഹായത്തിനും നിനക്ക് ഞങ്ങളുണ്ടാവും, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ നീ കരുതണം എന്നൊക്കെ പറഞ്ഞ് അലീന ശരണ്യയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശരണ്യയോട് അലീന പറയുന്നുണ്ട്, ഇപ്പം ഞാൻ പോവാണ്, പിന്നെ വരാട്ടോ എന്ന് പറയുമ്പോൾ അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ഇനി ആരും ഇവിടെ വരണമെന്നില്ല, നിങ്ങൾ വന്ന് കരഞ്ഞ് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാരണം ഞങ്ങളുടെ മോള് ചെയ്തൊരു തെറ്റിനും കൂടി നിങ്ങളുടെ കുടുംബത്ത് ഒരു നാശം സംഭവിക്കരുതെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിന് സമ്മതിച്ചത് എന്ന് പറഞ്ഞിട്ട് അലീനയോട് പുറത്തേക്ക് ഇറങ്ങി പോവാൻ പറയാണ്. അലീന വന്ന് മനുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മനു വക്കീലിനെ വിളിക്കുകയാണ് കേട്ടോ. വക്കീലപ്പോൾ മനുവിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവർ രോഹിത് ഈ കേസിലില്ല എന്ന് ആ കുട്ടി മൊഴി കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെ സാർ, ആ കുട്ടി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, രോഹിത് ഇതിലില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, എങ്കിലും ഓക്കെ മനു, ഞാനിത് പെട്ടെന്ന് പ്രൊസീഡ് ചെയ്യട്ടെ, നമുക്ക് നാളെ തന്നെ അവനെ ഇറക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാം, പിന്നെ അവൻ്റെ ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷൻസും കൂടി മോശമാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ജാമ്യം കിട്ടുമായിരിക്കും, നമുക്ക് നോക്കാം, ശ്രമിക്കാം. മനു അപ്പോൾ വക്കീലിൻ്റെ അടുത്ത്, സാർ എല്ലാ കാര്യങ്ങളും നീക്കിയിട്ട് ഞങ്ങളെ ഒന്ന് വിളിച്ചറിയിക്കണം, അവനെ അവിടെ നിന്ന് പോയി എടുക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മനു കോൾ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. വീട്ടിൽ പോയി അവർ ബാലചന്ദ്രനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് അടുത്ത നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താ അങ്കിളെ അങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, മനു, ഞാൻ വീണ്ടും പറയാണ്, ഞാനൊരച്ഛനാണ്, 3 പെൺകുട്ടികളുടെ അച്ഛനാണ്, ഞാനിനി അവന് വേണ്ടിയിട്ട് ഒരു കാര്യം പോലും ഞാൻ ചെയ്യില്ല, എന്നെ അതിനാരും നിർബന്ധിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സഹോദരനെ രക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ മനു പറയുകയാണ്, ആ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം അങ്കിളെ, ഇതിപ്പോൾ രോഹിത്തിൻ്റെ അവസ്ഥ ഇത്രയും ആയതുകൊണ്ട് കൂടിയാണ് ഞങ്ങളിതിൻ്റെ പിന്നിൽ എന്നെ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ കാര്യങ്ങൾ പറഞ്ഞ് മനു മനസ്സിലാക്കുകയാണ്. അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വക്കീലെ വിളിക്കുന്നത്. കുട്ടിയുടെ മൊഴിയെടുത്തു. അവന് രോഹിത്തിന് വേണ്ടി മാത്രം കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. ബാലചന്ദ്രൻ കൂടെ പോരില്ലെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ മനുവും അലീനയും തന്നെയാണ് രോഹിത്തിനെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നത്. അലീനയും മനുവും രോഹിത്തിനെ കണ്ടപാടെ വല്ലാത്തൊരു ഷോക്കാവുകയാണ് അവർക്ക്. അവർ അന്ന് കണ്ടതിനേക്കാളും രോഹിത്തിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിരിക്കുകയാണ്. രോഹിത്ത് മെൻ്റലി വളരെ ഡൗൺ ആയിരിക്കുകയാണ്.
അലീനയെയും മനുശങ്കറിനെയും കണ്ടിട്ട് പോലും രോഹിത്തിന് മനസ്സിലാവുന്നില്ല അവരെ. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ അവനെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആൾക്ക് വളരെ ഷോക്ക് ഏറ്റിട്ടുണ്ട്. ഇനി അത് കുറച്ച് നാളത്തെയെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പതിയെ പഴയ ലൈഫിലേക്ക് ഈ ആൾ തിരിച്ചു വരുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറയുകയാണ്. അതിന് നിങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ആളെ ഇവിടെ അഡ്മിറ്റ് ആക്കുക തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുമ്പോൾ മനുവും അലീനയും സമ്മതിക്കുകയാണ്. ബാലചന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ബാലചന്ദ്രൻ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്തോളാൻ ഇവരോട് പറയുകയാണ്. അങ്ങനെ രോഹിത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ഇവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുകയാണ്. ഇനി ഇവർക്ക് ശരണ്യയ്ക്ക് വേണ്ടി തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നൊരു തീരുമാനത്തോടു കൂടിയാണ് ഇവർ തിരിച്ചു പോരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും.